ഹായ് നമസ്തേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അതെ ഞാൻ ഇപ്പോൾ രാവിലെ 6 മണി ആയി. ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ്. ഞങ്ങൾ സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റിയിൽ പോവുകയാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഞാൻ പറയുന്നില്ല. ഞാൻ കണ്ടതിന് ശേഷം പറയുന്നതായിരിക്കും നല്ലത് തോന്നുന്നു. എനിക്കും അറിയില്ല എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ. ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അവിടെ ഫോൺ അലൗഡ് അല്ല, ഫോൺ എടുക്കാൻ പറ്റില്ല. അപ്പോൾ വ്ളോഗ് അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പറ്റുന്നൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതേ തെച്ചുമ്പോൾ ഞാൻ ഫാനൊക്കെ ഓഫ് ചെയ്ത് ശബ്ദം കേട്ടപ്പോൾ തന്നെ എണീറ്റിട്ടുണ്ട്. ഞാൻ അവളെ എണീപ്പിക്കണമെന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ അവളെ പല്ലൊക്കെ തേച്ച് കുളിപ്പിച്ച് റെഡിയാക്കണം. അതാണ് എൻ്റെ നെക്സ്റ്റ് ടാസ്ക്. തെച്ചുമോൾ കിടക്കുന്നുണ്ട് അവിടെ. ഇനി അവളെ ഒന്ന് എണീപ്പിച്ച് ഞാൻ പല്ലൊക്കെ തേച്ച് കുളിപ്പിച്ച് അതിന് ശേഷം കാണും. എവിടെ പോണം? നമ്മളൊരു ട്രാൻസിഷൻ വീഡിയോ എടുക്കാനുള്ള പ്രിപ്പറേഷനാണ്. സക്സസ് ആവുമെന്ന് അറിയില്ല, നോക്കട്ടെ അല്ലേ. അമ്പലത്തിൽ പോവാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി റെഡി ആയിട്ട് ഞങ്ങൾ കാറ് കിടന്ന് ഉറങ്ങും അല്ലേ. ഇതാണ് ഞാനിടാൻ പോകുന്ന ഔട്ട്ഫിറ്റ്. ഇനി എനിക്ക് റെഡി ആവാനാണുള്ളത്. ഞാൻ പോയി റെഡി ആയിട്ട് വേണം. ഇത് കെട്ടാനിട്ട് അപ്പോൾ ആർക്കെങ്കിലും ഹെൽപ്പ് വേണം. ഇത് ഞാൻ മീഷോയിൽ വാങ്ങിച്ച പ്രൊഡക്റ്റാണ്. ഫോണിൽ നോക്കണ്ട, നീ അങ്ങോട്ട് നോക്കി. നിർത്തി. ഇതെന്താ ഇതെന്താ പൂൾ പൂൾ ഇപ്പം ഞാനിവിടെ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പുറത്തേക്ക് ഇറങ്ങിയെന്നുള്ളൂ. 10:30 ആകുമ്പോൾ ഇവിടെ ദർശനമൊക്കെ തുടങ്ങുള്ളൂ. അപ്പം വെയിറ്റിംഗ് ആണ് ഞങ്ങൾ. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഈ സമയത്ത് അങ്ങോട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ വിചാരിച്ചു. ഇതിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല. ഇവിടെ 101 ക്ഷേത്രങ്ങൾ എന്തോ ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഉള്ളിൽ കയറി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പറയാം. ഇപ്പം എനിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. പോയാലേ അറിയുള്ളൂ. കാണാൻ നല്ല സെറ്റപ്പായിട്ടുണ്ട്. 10:30 ദർശനം തുടങ്ങും. അപ്പം നമുക്ക് കയറാം.
ഇവിടെ ഭയങ്കര വെയിലാണ്. എനിക്കിപ്പോൾ കാണാൻ കൂടി പറ്റുന്നില്ല, കണ്ണു മര്യാദയ്ക്ക് തുറക്കാൻ കൂടി പറ്റുന്നില്ല. ഓക്കെ, തങ്ങൽ ദച്ചുമോളെ ഞാൻ ഇവിടെ കാറിലാക്കിയിട്ട് വന്നേക്കോ, വീട്ടിലാക്കിയിട്ട് വന്നേക്കോ. അപ്പം ഒരു 10 മിനിറ്റ് കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് പതിയെ കയറാമെന്നുള്ള രീതിക്കാണ്. ഞങ്ങൾ ഒരുപാട് നേരത്തെയാണ്. എന്നിട്ട് ഞങ്ങൾ രാമക്ഷേത്രത്തിലൊക്കെ പോയായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ 10:30 തുറക്കുള്ളൂ പറഞ്ഞു. അപ്പോൾ 10:30 വരെ വെയിറ്റ് ചെയ്യണം, എന്നാലും ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ ഇറങ്ങി നടന്നു എന്നുള്ളൂ ഒറ്റയ്ക്ക്. ഇവിടെ ക്ലാസ് പഠിക്കുമോ? അച്ചോ, ചിച്ച് നോക്ക്, കാണട്ടെ അമ്മ. മറ്റേ നെറ്റിക്കകത്ത് അവിടെ നിന്ന് മറ്റേ ഈ നെറ്റിയിലൊക്കെ തൊടുന്ന ആ ഒരു കുറി ടൈപ്പ് സംഭവം ഉണ്ടല്ലോ, അതൊക്കെ കിട്ടിയത്. അത് ദച്ചും ഗോഗുവാണ് യൂസ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള, ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനുള്ള മസാലയൊക്കെ ചിക്കനിൽ പരട്ടി വെക്കുവാണ്. തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാലയൊക്കെ പരത്തി സെറ്റ് ചെയ്തു. ഫ്രൈ ചെയ്യാനുള്ള പാന്, ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനുള്ള പാത്രം, ബട്ടർ, ക്രീം, ലെമൺ, കാഷ്യൂ, ഫുൾ സെറ്റ്. ഇനി ഓരോ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. ഇത് എൻ്റെ റെസിപ്പി അല്ല, ആസ് യൂഷ്വൽ യൂട്യൂബിൽ നിന്ന് നോക്കി ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഞാൻ കാണിക്കാം എന്ന് വിചാരിച്ചു. ഇതൊക്കെ എനിക്ക് അരിഞ്ഞു തന്നത് ഗോപുവാണ്. ഞാൻ സവാളയും കാഷ്യൂനട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്, ബട്ടറിലാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തക്കാളിയൊക്കെ ഇട്ട് ചെയ്യാനാണ് നെക്സ്റ്റ്. അതെ, ഇതൊക്കെ ഒന്ന് വേവട്ടെ. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കനാണ്. ഇതേ പറഞ്ഞ പന്തിരി യൂട്യൂബ് നോക്കി തന്നെ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി, ഇത്രയും എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന അത്രയും ക്വാണ്ടിറ്റീനെക്കാട്ടിലും കൂടുതലാണ് ഉണ്ടാക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ. കാരണം ഇവിടെ ഒരു പോട്ട്ലക്ക് നടത്തുന്നുണ്ട്. അതെന്താണെന്നുള്ളത് അറിയാമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി വേറെ ഒന്നല്ല, ഓരോ വീട്ടിൽ നിന്നും ഓരോ ഡിഷ് അനുസരിച്ച് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ട് എല്ലാവരും ഇരുന്ന് കഴിക്കുക. ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗെദർ. അതിൻ്റെ കൂടെ ഫുഡ് ഓരോരുത്തരും ഉണ്ടാക്കുന്ന അത്രേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ബട്ടർ ചിക്കനും പിന്നെ റൊമാലി റൊട്ടി വാങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പം അതിൻ്റെയാണ് ഈ പ്രിപ്പറേഷനൊക്കെ. എനിക്ക് ഉറപ്പൊന്നുമില്ല സക്സസ് ആകുന്നുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന അത്രേ ഉള്ളൂ. അപ്പം അതിനുള്ള എല്ലാ സെറ്റപ്പും ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം ഇനിയിപ്പോൾ സവാള വെന്ത് കഴിഞ്ഞിട്ട് വേണം അടുത്തത് ചെയ്യാൻ. ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട്, ഒക്കെ ഉണ്ട്. 30 മിനിറ്റ്സ് വെക്കണം എന്നുള്ളത് കൊണ്ട് മാറ്റി വെച്ചേക്കുക. അപ്പോൾ വയ്യ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ വെള്ളം ചൂടാക്കണുണ്ട്. ഇതിപ്പോൾ ഇതിനകത്തേക്ക് ഒഴിക്കാനുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ നേരത്തെ വെച്ചു എന്നേ ഉള്ളൂ. ഇതാ സവാള ഏകദേശം ആയി തുടങ്ങി. ഒരുപാടും ഇതാവണ്ട, ജസ്റ്റ് ഈ ഒരു കളറായാൽ മതി എന്നാണ് ഞാൻ കണ്ടേക്കുന്നതിനകത്ത് പറഞ്ഞത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം തക്കാളിയും കാശ്മീരി ചില്ലിയും ഗരം മസാലയും ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കും. ഇനി ഇതിൻ്റെ പച്ചമണം മാറിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് തക്കാളി വേവാൻ വെക്കണം. അത് കഴിഞ്ഞ് അത് തണുത്ത് കഴിയുമ്പോൾ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് എനിക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം. ഇതൊക്കെയാണ് ഇനി പണിയുള്ളത്. എന്താകും എന്നുള്ളത് ഒരു ഐഡിയയുമില്ല. ഇത്രയും ഉള്ളത് കൊണ്ട് ഇതിൻ്റെ കളവൊക്കെ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഉപ്പൊക്കെ കുറച്ചാണ് ഇട്ടേക്കുന്നത്. ഉപ്പ് കൂടരുതല്ലോ, കൂടിയാലാണല്ലോ പ്രശ്നം. കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇട്ട് മിക്സ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ വേവാൻ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഇനി വെന്ത് കഴിഞ്ഞിട്ട് കാണാം. പിന്നെ സ്റ്റാച്യു ഓഫ് ഇക്വിറ്റിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. അത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ, എന്ന് വെച്ചാൽ തമിഴ്നാടും കേരളവും ഒക്കെ ഇൻക്ലൂഡഡാണ്. അവിടുത്തെ ഓരോ പ്രതിഷ്ഠകളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ കേരളത്തിൽ നിന്ന് 11 സ്ഥലത്ത് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം, ഗുരുവായൂർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം മെയിനായിരുന്നു. നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ അവരുടെ എങ്ങനെയാണോ അമ്പലത്തിൽ പ്രതിഷ്ഠ അതേപോലെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. പക്ഷെ ആകെ ഒരു പ്രോബ്ലം തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ 10:30 തുറക്കുള്ളൂ. അപ്പോൾ അത്ര വെയിലത്ത് ആണ് നമ്മൾ
നടന്നിങ്ങനെ ഓരോ സ്ഥലത്തും കയറി തൊഴുന്നത്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ആ വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ. ഇച്ചിരി മുമ്പേ അവർ ഓപ്പൺ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു. ആക്ച്വലി അവിടെ ഫോണൊന്നും അലൗഡ് അല്ല. അതും ഒരു ഇതാണെന്ന് വെച്ചാൽ നമുക്കൊന്നും ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റില്ല. അവിടെ നല്ല രസമാണ് കാണാൻ വേണ്ടിയൊക്കെ. പക്ഷേ ഇപ്പോൾ ആ വെയിലൊന്നും ഇല്ലാത്തപ്പോൾ ഒക്കെ അലൗ ചെയ്യുമായിരുന്നെങ്കിൽ സുഖമായിട്ട് നമുക്ക് തൊഴുത് പോകാവുന്ന ഒരു സ്ഥലമാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നടക്കാനുണ്ടായിരുന്നു, ഒരുപാടല്ലെങ്കിലും ഉണ്ട് നടക്കാൻ. കുറച്ച് സ്റ്റെപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പിന്നെ സീനിയർ സിറ്റിസൺസിന് അല്ലാണ്ട് ലിഫ്റ്റൊക്കെ ഉണ്ട് തോന്നുന്നു. അങ്ങോട്ടേക്ക് ഞങ്ങൾ പോയില്ല, ഞങ്ങൾ വീട്ടിലായിരുന്നു. സീനിയർ സിറ്റിസൺ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പോകാം. പിന്നെ പ്രസാദമൊക്കെ വാങ്ങിച്ചു, ലഡ്ഡു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നേരത്തെ ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. എന്നിട്ട് കൗണ്ടറിൽ പോയിട്ട് അത് കിട്ടും. അങ്ങനെയായിരുന്നു, നല്ലതായിരുന്നു. അതേ ആ ഒരു വെയിലിൻ്റെ മറ്റു വിഷയമാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളൊരു നല്ല ഉറക്കമുറങ്ങി. ഇത്രയും ക്ഷീണമായിരുന്നു. ദച്ച് ഫുള്ള് കംപ്ലീറ്റ് ഉറക്കമായിരുന്നു. കാറ് കയറിയപ്പോൾ തൊട്ട് ഉറക്കമായിരുന്നു. പിന്നെ എണീറ്റത് എപ്പോഴാണ് 4:30 ആ ഒരു ടൈം 5 o'clock ഒക്കെ ആയപ്പോഴാണ് എണീറ്റത്. അത് കഴിഞ്ഞിട്ടാണിപ്പം ഈ കുക്കിങ്ങിലേക്കൊക്കെ കിടന്നത്. എനിക്കൊരു ആദ്യം മൂടൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ മൂട് വെത്തിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ജോഗ് വെജിറ്റബിൾസൊക്കെ ഉള്ളിയും ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്ത് തന്നു. അതുകൊണ്ട് സൗകര്യം. ചിക്കനും കുറച്ച് ഞാൻ കട്ട് ചെയ്തു, അത് കഴിഞ്ഞ് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഗോഗുവാണ് ചെയ്തത്. ഗോഗു എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ എപ്പോഴും എനിക്ക് ദച്ചുവിൻ്റെ അച്ഛൻ പറഞ്ഞു. ഇതും ഒരു ഞാനങ്ങനെ പറയാത്തത് കൊണ്ട് എനിക്ക് എന്തോ അതുകൊണ്ട് ഞാൻ ഗോഗു എന്ന് പറഞ്ഞത്. അപ്പോൾ ഗോഗു കട്ട് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഉണ്ടാക്കിയാൽ അറിയാം. ഇനിയിപ്പോൾ എന്താവും എന്നുള്ളത് എനിക്കറിയില്ല. സക്സസ് ആയാൽ മതിയായിരുന്നു. അത്ര പേര് കഴിക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു ഇങ്ങനെ കൊളായി എനിക്ക് പറ്റും. ആ ചിക്കൻ എങ്ങാനും ഓവറായിട്ട് കരിഞ്ഞു പോയാലോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ട്. വൈസ് നോക്കാം. അപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് വേവുന്നുമുണ്ട്. വെന്തുമെന്ന് തോന്നണു. ഇനിയിപ്പോൾ അത് ചൂടാറാൻ വെക്കണം. അപ്പം ഇനി ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ഇത് ഒന്ന് തണുത്തിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം കാണാം. ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെന്താൽ മതി, ഒരുപാട് ഫ്രൈ ആവണ്ട. അപ്പോൾ രണ്ടാമത്തത് ഇട്ടിട്ടുണ്ട്. ബട്ടർ ചിക്കനൊക്കെ റെഡിയായി. ഞാൻ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ട് ചെറിയ തിളച്ച് കഴിഞ്ഞപ്പം ചിക്കൻ ഇട്ടു. സോസ്, ക്രീം, ബട്ടർ ഇതൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി തിളപ്പിച്ചതിന് ശേഷം ചുമ്മാ അതിനകത്ത് ക്രീം ഒന്നും കൂടി ഒന്ന് ഇട്ടു എന്നുള്ളൂ. അപ്പം ബട്ടർ ചിക്കൻ റെഡിയായി. ഇനി ഇത് കൊണ്ടുപോയി എല്ലാവരും കൂടി കഴിക്കും. അപ്പം ഞാൻ ഫ്രഷായി, കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഫ്രഷായി, കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോകാം. എവിടെയാണോ അതെനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ അടുത്ത ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റുണ്ട്, അവിടെ ആയിരിക്കും. അപ്പം അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം ഫുഡും എല്ലാം. അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുകയാണ്. കടയിട്ട് അപ്പോൾ ഇതേ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. കുറേ നേരം സംസാരിച്ച് എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അതേ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു. അപ്പം വന്ന് ഉടനെ കിടപ്പായി, ഉറങ്ങാനുള്ള എല്ലാം റെഡിയായി. വെച്ചത് അവിടെ കിടപ്പുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ഗുഡ് നൈറ്റ്.